പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മുടെ മധ്യേ മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, തെഷുവ മീഡിയ മിനിസ്ട്രീസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ധന്യനായ ഏകാധിപതി യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ശ്രവിക്കാം ശ്രദ്ധിക്കാം എന്ന ഈ പ്രത്യേക പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദുഷ്കാലത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷം 1-15 കർത്താവ് ലോകത്തോടായി വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മാനസാന്തരം സഭകൾക്കുള്ളിൽ തന്നെ ആവശ്യമായി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, അനേകരും വിശ്വാസത്യാഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു, കഠിനപ്പെട്ടു പോകുന്നു, അല്ല എങ്കിൽ പിന്മാറ്റത്തിലാകുന്നു. മറ്റു ചിലർ അന്ധവിശ്വാസങ്ങളിലും അല്പവിശ്വാസത്തിലും വിശ്വാസി എന്ന പേര് മാത്രമായി നാമമാത്ര വിശ്വാസികളായി അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. പെന്തക്കോസ്ത് സമൂഹം പോലും ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞ മറ്റൊരു മാർഗത്തിലേക്ക്, മറ്റൊരു സുവിശേഷത്തിന് ചുവടുപിടിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഒരു ദുർദിവസത്തിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിലത് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവവചനം ഏത് തരത്തിലാണ് നമ്മെ നയിക്കേണ്ടത്? എങ്ങനെയാണ് നാം ദൈവവചനത്തിൽ ആശ്രയിക്കേണ്ടത്? ഇത് ശരിക്കും എനിക്ക് വളരെ ബോധ്യമുള്ളൊരു കാര്യമാണ് ഈ അപകടം. കാരണം ഞാനത് തന്നെയാണ് ഫേസ് ചെയ്തത്. ഞാൻ പെന്തക്കോസ്ത് വന്നിട്ട് 96 ഞാൻ സ്നാനപ്പെടുന്നു. ഒരു 99 ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നില്ല. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനമില്ലാതെ ഒരു സഭ ഇല്ല. അപ്പൊ അതിന്റെ പ്രാർത്ഥന കൂട്ടങ്ങൾ മാത്രമാണ്. അപ്പൊ ഞാൻ പോകുന്ന സഭയിൽ ക്രിസ്തുവിന് വിലയില്ലെന്നും ക്രിസ്തുവിന്റെ ഉപദേശങ്ങളൊന്നും പറയുന്നത് യേശു ക്രിസ്തു അല്ല അവിടുത്തെ ഫോക്കസ്. മനുഷ്യരുടെ നീഡാണ്, എക്സിസ്റ്റൻഷ്യൽ നീഡ്സിന് വേണ്ടി അതെല്ലാം. അപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്തുക്കളെ തീരുമാനിക്കുകയാണ്, നമുക്കിത് വിടാം. അങ്ങനെ പെന്തക്കോസ്ത് തന്നെ വിട്ടു പോകാനുള്ളൊരു ശക്തമായ പ്രേരണ എനിക്കുണ്ടായിരുന്നു. കാരണം പ്രധാനപ്പെട്ട കാരണം ഇവിടെ യേശുക്രിസ്തുവിന്റെ പ്രസന്റേഷൻ ഇല്ല. അതായത് എങ്ങനെ വീട്ടിൽ ജനിക്കാം, എങ്ങനെ രക്ഷിക്കപ്പെടാം, എങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ച് നിത്യതയിൽ പോകാമെന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചൊരു ടീച്ചിങ്. പക്ഷെ ദൈവം ഇവിടെ തന്നെ നിർത്തി. അത് ഈ ഒരു ക്രൈസിസ് എവിടെ പോകണമെന്നുള്ളൊരു ക്രൈസിസ് എല്ലായിടത്തും ഉണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ക്രൈസിസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത സഭകളാണ്. അതുകൊണ്ട് സഭകൾ ഇത് വളരെ റെയർ. എല്ലാം പ്രാർത്ഥന സംഘങ്ങളാണ്. ആരുടെയെങ്കിലും ഒരാളുടെ ദിവ്യത്വം, അല്ലെങ്കിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നുള്ളൊരു വിശ്വാസം. മത്തായി പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, അതുകൊണ്ട് മത്തായി പാസ്റ്റർ ധരിച്ചു പോയേക്കാം, പുള്ളി അഭിഷിക്തനാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഈ ആളുകൾ പോകുന്നത്. അപ്പൊ ആരും ക്രിസ്തുവിനെ അന്വേഷിച്ച് ഉള്ള ഒരു പരിപാടിയായി. അതുകൊണ്ട് സഭകൾ ഇന്നില്ല, വളരെ കുറവാണ് സഭകൾ. മിക്കതും പ്രാർത്ഥന കൂട്ടങ്ങളാണ്. അപ്പം CSI പോലെയുള്ള ചർച്ചകളിൽ നിന്ന് വെള്ളോട്ടിറങ്ങി കഴിഞ്ഞാൽ സ്നാനപ്പെടുത്താൻ അവർ സമ്മതിക്കുക. അവർ സ്നാനപ്പെട്ട് വെള്ളോട്ടിറങ്ങി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതിന് ഉത്തരവില്ല. എനിക്ക് ശരിക്കും അതിന് ഉത്തരവില്ല. കാണിച്ചു കൊടുക്കാൻ എന്താ പറയുന്ന ഒരു കൂട്ടായ്മ ഇപ്പം ഇല്ലാത്ത ഒരവസ്ഥ. ഇപ്പൊ ഞങ്ങൾ വിളിക്കുന്ന അവർ തൽക്കാലം സൂമിലേക്ക് പോകും. എവിടെയെങ്കിലും കൂട്ടായ്മ കാണുന്നു നമുക്ക് പോകാം. പക്ഷെ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, do not go to a church which is closer to you geographically. Go to a church which is closer to Christ. ഞാൻ പറഞ്ഞല്ല, ഫോളോവേഴ്സ് പറഞ്ഞു. അപ്പം ഒരു സഭ അടുത്തുണ്ടെന്ന് വിചാരിച്ച് പോകരുത്. ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്ന സഭയിലേ പോകണം. അത് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ശരിക്കും സഭയുടെ ഒരു കുറവിന്നുണ്ട്. നമുക്ക് സമാധാനപുത്രന്മാരെ ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ മനുഷ്യരുടെ കാര്യം അന്വേഷിക്കുന്നു. ഇപ്പം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മനുഷ്യരുടെ കാര്യമാണ്. ബിസിനസ് വർക്ക്, അതിന്റെ ചെറിയ വേർഷൻ ട്രഡീഷണൽ ചർച്ചിലുള്ളത്. കാരണം അവർ സക്സസ് ആകുന്ന ഇവരെ കണ്ടു. ഇവിടുന്ന് ഉള്ളവരോട് പോകാതിരിക്കാൻ ക്രിസ്തുവിനെ കൊടുക്കാനില്ല. അപ്പൊ പിന്നെ കൊടുക്കാനുള്ളത് ആ ലോകത്തിന്റെ അത്രയും കൊടുക്കാൻ ഇവർക്ക് പറ്റില്ല. കാരണം ഇവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടൊരു ചെറിയ വേർഷൻ ആ ലോകം തന്നെയാണ് ഇവിടെ കച്ചവടം ചെയ്യപ്പെടുന്നത്. അപ്പോ ഇപ്പൊ ഒരു ചർച്ചിലും യേശു ക്രിസ്തുവിനെ അങ്ങനെ പ്രസംഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചില ചർച്ചകളിൽ, ബ്രദറിൻ ചർച്ചകളിലൊക്കെ ടെക്നിക്കലി പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഒരു ആത്മാവിന്റെ ഒരു ജീവനോടെ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കേരളത്തിൽ പ്രത്യേകിച്ച് ഇറ്റ്സ് എ വെരി ബിഗ് ചാലഞ്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവുള്ള ഒരാൾക്ക് പാപം ചെയ്യാൻ പറ്റില്ല.
പാപം ആഗ്രഹിക്കാൻ പറ്റും. ആകയാൽ എന്ത് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഒരു നാൾ മരുത്. പാപസംബന്ധമായി മരിച്ചവർ ഇനി അതിൽ ജീവിക്കുന്നെങ്കിൽ പാപത്തിൽ ജീവിക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും സാധിക്കത്തില്ല. പാപം വന്നു പോവാം, പക്ഷെ ഡെലിബറേറ്റ് ആയിട്ട് ഒരു പാപത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ എ ക്രിസ്ത്യൻ. അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ജനനത്തെ കുറിച്ച് പ്രസംഗിക്കാത്തിടത്തോളം കാലം ആരും വീണ്ടും ജനിക്കുന്നില്ല. രക്ഷയെക്കുറിച്ച് പറയാത്തിടത്തോളം ആരും രക്ഷിക്കുന്നു. ഇവരെല്ലാവരും സഭയിൽ വന്ന് കൂടുന്നത് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവരങ്ങനെ വന്ന് കൂടുന്നു, അവർക്ക് അത് കിട്ടുന്നു, പോകും. അപ്പൊ ഈ ഒരു ക്രിസ്ത്യാനിറ്റിയാണ് എല്ലായിടത്തും ഉള്ളത്. അതുകൊണ്ട് ഇവർ പാപം ചെയ്യുന്ന ഒരു അത്ഭുതമില്ല, പാപത്തെ ന്യായീകരിക്കുന്ന ഒരു അത്ഭുതമില്ല. കാരണം വീണ്ടും ജനിക്കുന്നില്ല. അതാണ് അതിനകത്ത് മെയിൻ പ്രോബ്ലം. നൂറുകണക്കിന് സ്നാനമാണ് നടക്കുന്നത്. അതാണ് രാവിലെ പറഞ്ഞ പോലെ, ഇന്നലെ പറഞ്ഞ പോലെ ബാപ്റ്റിസ്മൽ ടാങ്ക് ഉദ്ഘാടനം ചെയ്യാനും 14 വർഷം കഴിഞ്ഞ് ഇതുവരെ സ്ഥാനപ്പെട്ടു എന്ന ചോദ്യം ഒഴിവാക്കാനും, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്ഥാനപ്പെടണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആൾക്കാർ സ്ഥാനപ്പെടും. ഇറ്റ്സ് നോ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്. ബേസിക്കലി വ്യത്യാസമൊന്നുമില്ല. ഈ മതവും കത്തോലിക്ക മതവും ഹിന്ദു മതവും എല്ലാം ഒന്നും തന്നെ. കാര്യം സാധിക്കാൻ വേണ്ടി ഇപ്പൊ ശബരിമല പോകുന്നു, വേളാങ്കണ്ണി പോകുന്നു, ഉപവാസം ഇരിക്കുന്നു, എല്ലാം എന്തിനു വേണ്ടിയാണ്? ഒരേ വിഷയമാണ്, ഒരേ ഇഷ്യൂ. ഇവിടെ നടക്കുന്നില്ല ഒന്നും, അവിടെ നടക്കുന്നില്ല. ഇവിടെ വല്ലപ്പോഴും നടക്കുന്നു, അവിടെ വല്ലപ്പോഴും നടക്കുന്നു. ഇത്രേ സംഭവിക്കുന്നുള്ളൂ. ബേസിക്കലി നമ്മൾ പറയുന്ന ഇത്ര അത്ഭുതങ്ങളൊന്നും നാട്ടിൽ നടക്കുന്നില്ല. ഈ കോവിഡ് വന്നപ്പോൾ 2% രോഗികൾ ക്രിസ്ത്യാനികളും മരിച്ചു, ഹിന്ദുക്കളും മരിച്ചു, നോൺ ബിലീവേഴ്സും മരിച്ചു, നിരീശ്വരവാദികളും മരിച്ചു. പ്രാർത്ഥിച്ചൊക്കെ എവിടെ? ഇതൊരു ഇല്യൂഷനാണ്. ഇതെല്ലാം ഇപ്പൊ നടക്കുന്ന ഒരു ഇല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെല്ലാം അതിനകത്ത് കുരുക്കിയിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുന്ന ഒരു വാസ്തവത്തൊന്നും ബൈബിളിലില്ല. ഇത് ചിലയിടത്തൊക്കെ നടക്കും, ചിലയിടത്തൊക്കെ നടക്കത്തില്ല. അങ്ങനെ മിറക്കിൾസും അങ്ങനെ തന്നെയാണ്. ദൈവം വൻ തോതിൽ ഒരു ഏരിയ മുഴുവൻ ക്ലിയർ ചെയ്ത് മിറക്കിൾസ് ഒന്നും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ പദ്ധതിയല്ല. ഈ ലോകത്ത് ശപിക്കപ്പെട്ട ഈ ലോകമല്ല വലിയ നല്ലതായിട്ട് നമുക്ക് തോന്നും. നിയമത്തിൽ ഒറ്റ വാങ്ങും തോന്നും, പുത്രനെങ്കിലും അവകാശം, ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശം. അത്രയും, വേറൊന്നും പൊതുജനത്തിന്റെ വാങ്ങുന്നത്. എന്നാൽ ക്രിസ്തുവിനെ അറിയുന്ന ഒരു കൂട്ടം ഇല്ലാതെ പോകുന്നതിനാണ് നമുക്ക് ബുദ്ധിമുട്ട്. എല്ലാ കാലത്തും അന്നവിചാരത്തിന് വേണ്ടി നടന്നവർ യേശുവിന് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ 90% സഭകൾ അങ്ങനെ ആയിരുന്നു, കുഴപ്പമില്ല. ചോദ്യം 10% മറ്റ് സഭകൾ എവിടെ? ഒരു സഭയിൽ 100 പേരിൽ 90 എല്ലാവരും ക്രിസ്തുവിന്റെ ക്രൂശിന് വേണ്ടി നടക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നടക്കില്ല, അന്നും ഇല്ലായിരുന്നു. കുറെ കഴിയുമ്പോൾ സഭകളിലെല്ലാം അങ്ങനെ കാര്യം സാധിക്കാനുള്ളവർ വരും. അത് വരും നമുക്കറിയാം. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ എവിടെ? അതാണ് നമ്മുടെ പ്രശ്നം. ഈ എല്ലാ ചർച്ചകളും അങ്ങനെയായി മാറിപ്പോയി കഴിഞ്ഞാൽ ഇപ്പൊ ചർച്ചിൽ ഒരിടത്തും ക്രിസ്തുവിനെ പ്രസംഗിക്കാതെ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ വേദന. കാരണം നല്ല ചർച്ചകൾ വിശ്വസിക്കുന്നവർക്ക് പോലും ചെല്ലുമ്പോൾ ചെറിയ തോതിൽ ന്യൂ ജനറേഷൻ ഐഡിയാസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത ഒരു സിറ്റുവേഷൻ ഇസ് എ യൂണിവേഴ്സൽ സിറ്റുവേഷൻ. അത് കേരളത്തിലെ ഏറ്റവും കൂടുതലാണേ ഉള്ളൂ. കാരണം കേരളത്തിലെ വചനം കൊണ്ടുള്ള ഒരു ഉണർവ് ഉണ്ടായിട്ടില്ല. ശരിക്കും ഇമോഷൻസ് കൊണ്ടുള്ള ഉണർവ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ റീഫോർമേഷൻ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ വെസ്റ്റേൺ രാജ്യങ്ങളുണ്ടായ പോലെ ഒരു സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു ഉണർവ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ CSI ചർച്ച ആണെങ്കിൽ അവർക്ക് രക്ഷയെക്കുറിച്ചൊക്കെ നല്ല ഡോക്ടറിൻ ഒക്കെ ഉണ്ട്. പക്ഷെ അവരും ഈ പ്രോസ്പെരിറ്റി വലയെ തന്നെയാണ്. അവരും വിളിക്കുന്നത് പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്ന ദിനകരനെ പോലുള്ള ആൾക്കാർ. അപ്പൊ എല്ലാ ചർച്ചകളിലും ഈ പ്രോസ്പെരിറ്റി കറപ്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാണ്, തമിഴ്നാട്ടിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. കാരണം അവിടെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വേർഡ് ബേസ്ഡ് റിവൈവൽ ഉണ്ടായിട്ടില്ല. അമേരിക്കയിലുണ്ടായ പോലെ ഇംഗ്ലണ്ടിലുണ്ടായ പോലെ റീഫോർമേഷന്റെ ഒരു വേവ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ടീച്ചിങ് കൊണ്ടുള്ള ഒരു ഉണർവ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ എപ്പോഴും ആൾക്കാർ കൂടുതലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ 90% പെടുന്ന ആൾക്കാരായിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവം ഇപ്പൊ ചെയ്യുമെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോ നിരാശപ്പെടാനും കാര്യമില്ല. കാരണം വചനത്തിൽ പറയുന്ന ഈ അന്ത്യകാലത്തിന്റെ ലക്ഷ്യം തന്നെ ആയിരിക്കും വിശ്വാസത്യാഗം. ഇപ്പൊ കത്തോലിക്ക സഭയിൽ 2% കാത്തലിക് തിയോളജി അറിയുള്ളൂ. ബാക്കിയുള്ള എല്ലാം വേളാങ്കണ്ണിലും എടുത്തുമായാലും പോകുന്നവരാണ്. അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും, എല്ലാ സഭകളിലും. പക്ഷെ CSI അങ്ങനെ, CSI ആ സർവീസ് നടക്കുമ്പോൾ എല്ലാം കറക്റ്റാണ്, പറയുന്ന വാക്കുകളെല്ലാം കറക്റ്റാണ്. പക്ഷെ അത് കഴിഞ്ഞവർ പോകുന്നത് ബാക്കി എല്ലാ ശുശ്രൂഷകളും വേറെയാണ്. പക്ഷെ പെന്തക്കോസ്റ്റില് ആ ഭാഗം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഏതാ? ഈ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യുന്ന ആ ഭാഗമില്ല. ആ പ്രാർത്ഥനാ ഭാഗം മാത്രമേ ഉള്ളൂ. അതായത് വേളാങ്കണ്ണി ഭാഗം മാത്രമേ ഉള്ളൂ, തിയോളജിക്കൽ ഭാഗമില്ല.
2 ദിവസമായാലും 3 ദിവസമായാലും ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസം എടുക്കണം എന്നൊരു ഓർഡർ ഇതിനകത്തില്ല. പ്രാർത്ഥിക്കണം എന്നുള്ള ഓർഡർ ഉണ്ട്, എവിടാതെ പ്രാർത്ഥിക്കുവിൻ, പക്ഷെ ഉപവസിക്കുവിൻ എന്ന് ഇല്ല. പക്ഷെ സഭ ഉപവസിച്ചിട്ടുണ്ട്. അപ്പൊ ഉപവസിക്കാം, അത് ദൈവം ആത്മാവിന്റെ പ്രേരണ തരുന്ന പോലെ ഉപവസിക്കാം. പക്ഷെ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ വസിക്കണം, ഉപവസിക്കണം. അതല്ല നമ്മള് ഫുഡ് കഴിച്ച് സുന്ദരമായിട്ട് നടന്നു ഫുഡ് കഴിക്കുന്നില്ല, ബാക്കി എല്ലാം ഉപവാസം എന്ന് പറഞ്ഞ ഒരു ആശയം തന്നെ കർത്താവിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളൊരു ആശയമാണ്, എല്ലാം വേറിട്ട് വിഷയമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു അത് കൽപ്പനയല്ല, അത് നമ്മൾ ആത്മാവ് പ്രേരിപ്പിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. നമ്മൾ ഒരിടത്ത് പോയി നിന്നോട്ട് കർത്താവിന്റെ അടുത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ മാത്രമേ വേറിട്ടിരിക്കാൻ പറ്റൂ. ആ വേറിട്ടിരിപ്പില്ലാതെ നമ്മൾ എത്ര ആഹാരം കഴിച്ചിട്ടും ഒന്നും കാര്യം. കാരണം ദൈവരാജ്യം എന്നും ഭക്ഷണമോ പാനീയമോ, അത് കഴിക്കുന്നതോ കുടിക്കുന്നതോ, കഴിക്കാത്തതോ കുടിക്കാത്തതോ ഒന്നുമല്ല. അപ്പൊ ഉപവാസം എന്ന് പറയുന്ന ഒരു വ്രതം പോലെ നടത്തുന്ന പരിപാടി ബൈബിളിൽ അങ്ങനെ കമാൻഡില്ല. പ്രാർത്ഥിക്കണമെന്ന് കമാൻഡുണ്ട്, കൂട്ടായ്മ ആചരിക്കണമെന്നുണ്ട്, അപ്പം നുറുക്കണമെന്ന് പറയുന്നുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു, ഉപവാസം എടുക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് എ കമാൻഡ്മെന്റ്. കാരണം കമാൻഡ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മതമായിട്ട് മാറും. ഉപവാസത്തിന്റെ കാര്യം, പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ചടങ്ങൊന്നും ആവശ്യമില്ല, നേരെ കർത്താവിനെ എടുക്കുന്ന പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ഉപവാസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 1 ദിവസം അല്ല 2 ദിവസം ഇത്ര ദിവസം ഉപവാസം എടുക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വിൽ ബിക്കം എ റിലീജിയൻ. അപ്പൊ ബൈബിളിൽ ഒരു റിലീജിയനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് പ്രേരണ കിട്ടുമ്പോൾ ഇരിക്കാന്നുള്ളത് ഉപവാസത്തെ കുറിച്ച്. ചില ആൾക്കാർ പറയും ഉപവാസത്താനും പ്രാർത്ഥനകളിൽ ജാതി നീങ്ങിപ്പോയില്ലേ. അത് കർത്താവ് മരിക്കുന്നതിന് മുമ്പാണ്. കർത്താവ് മരിച്ച ശേഷം ഒരു ജാതി നീങ്ങി പോകാത്തതില്ല. കാരണം ആ സാത്താനെ കർത്താവ് കാൽവരി ക്രൂശിൽ തകർത്തത്. ഏറ്റവും വലിയ എക്സാമ്പിൾ, ഞങ്ങളുടെ വീട്ടില് ഈ ഒരു 5 മാസത്തിനുള്ളിൽ 3 ഭൂതങ്ങളെങ്കിലും ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. അത് സ്ത്രീകള് കൺട്രോൾ പോയി അന്വേഷണം പറഞ്ഞ് കളയുന്നതല്ല, സൈക്കോളജിക്കലല്ല. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരെ പറയുന്നത് ഞങ്ങൾക്ക് എന്തോ അസ്വസ്ഥത തോന്നുന്നു, പ്രാർത്ഥന വെളിപ്പെട്ട് പുറത്തു പോയിട്ടുണ്ട്. ഇത് ഉപവാസം പ്രാർത്ഥനയൊന്നുമല്ല, ക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരമാണ്. അത് എല്ലാ വിശ്വാസിക്കും ഉണ്ട്. അത് ക്രിസ്തുവിന്റെ നാമമാണ് ചെയ്യുന്നത്, നമ്മളല്ല ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ നാമമാണ് ഇതിനെ ബലമെടുക്കുന്നത്. അത് ഈ ഉപവാസ പ്രാർത്ഥനയിലൊന്നുമല്ല, നമ്മുടെ മെറിറ്റിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സൊള്ളി ദ റൈറ്റ് സാത്താൻ വിറയ്ക്കുന്നത് ക്രിസ്തുവിന്റെ നാമത്തിലാണ്. അതെടുക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മക്കൾക്കെല്ലാം ഉള്ളതാണ്, വിനിയോഗിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാമമാണ് യേശുവിന്റെ നാമം. അപ്പൊ അത് ഏത് വിശ്വാസിക്കും ധൈര്യമായിട്ട് ആ വിശ്വാസത്തോടെ ഉപയോഗിക്കാവുന്ന കാര്യം. രോഗശാന്തി എല്ലാം അങ്ങനെ തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗമെല്ലാം മാറണമെന്നുള്ളതൊന്നുമില്ല. പക്ഷെ ദൈവം ചില സ്ഥലത്ത് മാറ്റും, അടയാളങ്ങൾ വേണം. അതായത് കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു അടയാളം. ഇപ്പൊ ഒരു പുതിയൊരു സഭ എസ്റ്റാബ്ലിഷ് ചെയ്യാം, അവിടെ വിശ്വാസികളില്ല. അപ്പൊ ദേശക്കാർക്ക് മനസ്സിലാവും കർത്താവ് ജീവിക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ അവിടെ അത്ഭുതങ്ങൾ ഉറപ്പായിട്ട് നടക്കും. പക്ഷെ ഒരു സഭയായി 10 വർഷം 20 വർഷമായി വചനം പഠിക്കാത്ത ഒരു സഭയിൽ പിന്നെയും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒരു അത്ഭുതങ്ങളിലൂടെ അല്ല, വചനത്തിലൂടെ വളരേണ്ട ഒരു കാലമുണ്ട്. എല്ലാവർക്കും ഒരു ശൈശവകാലം കഴിഞ്ഞ ഒരു ബാല്യകാലത്തിലോട്ട് പ്രവേശിക്കുന്നു. അത് ചെയ്യാതെ പിന്നെ അത്ഭുതങ്ങൾ അന്വേഷിച്ച് ആ ശിശുക്കളെ പോലെ നടക്കാൻ പാടില്ല. അപ്പൊ ദൈവം ഒരു കാലഘട്ടം കഴിഞ്ഞ അത്ഭുതങ്ങൾ നിർത്തും എല്ലാ സഭയിലും. ദൈവം പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. നമുക്കൊരു യൂത്ത് പ്രോഗ്രാം ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂത്ത് പ്രോഗ്രാം നല്ല റെസ്പോൺസ് ആണ്. യൗവനക്കാർ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവർക്ക് കാഴ്ച തുറന്നു കിട്ടിയാൽ നമ്മളെക്കാളും റാഡിക്കൽസ് ആണ്. പക്ഷേ അവർക്ക് അത് എത്തുന്നില്ല, സുശേഷം അവരുടെ അടുത്തേക്ക് എത്തുന്നില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഗ്രഹിക്കാൻ മാത്രം എന്താ പറയുക, അത്രയും ഒരു വെളിപ്പെട്ടവർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഒരാൾ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഒരു സഭ അങ്ങനെ ആ ഒരു വചനത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ അനേക യൗവനക്കാർ സാക്ഷികളായിട്ട് ഇറങ്ങും സഭയ്ക്കകത്ത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ യങ്സ്റ്റേഴ്സ് വളരെ കുറവാണ്. ഇനി യങ്സ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു 3-4 പേര് ചിന്തിക്കുകയാണ്, ശരിയാണ് കർത്താവിന്റെ ജീവിക്കണം, എല്ലാം കറക്റ്റ്. അപ്പൊ ഒരു പ്രായമായിട്ട് ചിന്തിക്കുന്നവരല്ല അവർ ചിന്തിക്കും. അവരിറങ്ങിക്കഴിഞ്ഞു. അപ്പൊ അവരെ മെന്റർ ചെയ്യാൻ അടുത്ത ലെവൽ ഓഫ് ഡിസൈപ്പിൾഷിപ്പിലൂടെ നടത്താൻ ആൾക്കാരുണ്ടെങ്കിൽ ഇവര് ഒത്തിരി പേരെ കൊണ്ടുവരും. ഞങ്ങളുടെ ചർച്ചയിൽ ഇപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിലെ യൂത്ത്സിന് ശരിക്കും ഫോക്കസ് ആണ്. അപ്പൊ ആൾക്കാർ പറയുന്നത് ഞാൻ എന്തോ കാണിച്ച് മയക്കി ഇവരെ കൊണ്ടിരുന്നതാണ് യൂസ്. ക്രിസ്തുവിനെ അല്ലാതെ ഒരു വാക്ക് പോലും ഇന്നേ വരെ ആർക്കും ഒരു വാക്കത്വം കൊടുത്തിട്ടില്ല. അപ്പോ പിന്നെ പലപ്പോഴും മാതാപിതാക്കൾ ഇതിനെ ഏറ്റവും ശല്യമായിട്ട് വരുന്നത്. അതായത് ഒരു റാഡിക്കലായിട്ടൊരു കൊച്ചു ഇറങ്ങി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ല. കാരണം അവർ ഓൾറെഡി ബന്ധുക്കാരാണ്. അവര്
കാനഡയ്ക്കും US വിസ ശരിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ മിഷണറി ആയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. പാസ്റ്റേഴ്സിന്റെ മക്കൾ പോലും അത് പേരൻസിന് ഇഷ്ടമില്ല, പേരൻസിന് ഇഷ്ടമില്ല. ഇപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെയുള്ള ഒത്തിരി ക്രൈസിസ് ഉണ്ടായിരുന്നു. ഒരു മിഷണറിയുടെയും പേരൻസ് മനസ്സോടെ വിട്ടതില്ല, 1-2 പേരോ മനസ്സോടെ വിട്ടത്. ബാക്കി എല്ലാം ഞങ്ങൾ യുദ്ധം ചെയ്ത് കല്യാണം കഴിപ്പിക്കാനൊക്കെ എന്ത് പാടാ. ഞങ്ങള് പേരൻസിനെ ഡിനൈ ചെയ്ത് കല്യാണം നടത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രേമല്ല, കാരണം അവർ സമ്മതിക്കില്ല മിഷണറിയെ കല്യാണം കഴിക്കാൻ. ഇവർക്കാണെങ്കിൽ മിഷണറി ലൈഫ് മതി, ഒരു ഓൾറെഡി മിഷണറി ആണ്. അപ്പൊ ചർച്ച് കാരണം ഈ പേരൻസ് ഉണ്ടാക്കി വെക്കുന്ന ഒരു കോട്ടകളുണ്ട്. അവർ പറയും എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഓവറായി ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയപ്പോൾ അത്രയും വേണ്ട, ഇതിനെ കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഇവര് നല്ലപോലെ ജീവിച്ച് കാശുണ്ടാക്കി നല്ല സാലറി ഉള്ളവരായി ജീവിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരുടെ ഈഗോയെ, പേരന്റെ ഈഗോയെ തൃപ്തിപ്പെടുത്തുന്ന നല്ല മക്കളായിട്ട് മാറും. അതിനുവേണ്ടി അവർ പ്രാർത്ഥിപ്പിക്കുന്നു. അതല്ലാതെ ക്രിസ്തുവിന്റെ പിന്നാലെ പോകാൻ ഒരു മക്കൾ പോകുന്ന അപ്പനമ്മയ്ക്ക് ഇഷ്ടമില്ല. അപ്പൊ ഇത് എല്ലായിടത്തും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ യൂത്ത്സിന് ഏറ്റവും വലിയ തടസ്സം പേരൻസ് തന്നെയാണ്. അവർക്ക് മുമ്പോട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ട് ഏറ്റവും വലിയ തടസ്സം പേരൻസ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ക്രിസ്തുവിനെ പ്രതി അനുസരണക്കേട് കാണിക്കാൻ തയ്യാറുള്ള പിള്ളേരെ ക്രിസ്തുവിനെ പ്രതി അനുസരണക്കേട് കാണിക്കാൻ തയ്യാറുള്ള പിള്ളേരെ വേണം. അതായത് കമ്മിറ്റ്മെന്റിന് വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരിലേക്കും എന്നെ അയച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എല്ലാ സഭയിലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം കാണും, അവരുടെ അടുത്തേക്കാണ് എന്നെ വിടുന്നത് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇതെല്ലാവരും എടുക്കില്ല, അതെടുക്കുന്ന കുറച്ച് ആൾക്കാർ കാണും, കുറച്ച് പിള്ളേർ കാണും. അത് അത്ര ഉദ്ദേശം എനിക്കുള്ളൂ. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതിനകത്ത് എനിക്കൊരു വിരുദ്ധാഭിപ്രായം ഉള്ളത്, ഈ ആൾക്കാർ ഈ ആത്മാവിന് വേണ്ടി കാത്തിരുന്ന് ഡ്രം അടിച്ച് കൈയടിച്ച് പാട്ട് പാടി അങ്ങനെയല്ല. ആത്മാവിനെ പ്രാപിക്കുന്നത് വിശ്വസിക്കുമ്പോഴാണ്. വിശ്വസിച്ച് ആത്മാവിനെ പ്രാപിച്ചു, അതാണ് ചോദ്യം. ഈ വിശ്വസിച്ച് ആത്മാവിനെ പ്രാപിക്കുമ്പോൾ അവർ അന്യഭാഷ പറയണം നിർബന്ധമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ അനുഭവം അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിൽ അവർക്ക് ലഭിച്ച കൃപാവരം അന്യഭാഷയായിരുന്നില്ല, വിവിധ ഭാഷകളുടെ വരം. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഒരു പുതിയ സഭ തുറന്നു, ഒരാള് ആത്മാഭിഷേകം ഉള്ളവരായിരിക്കണമെങ്കിൽ അയാൾ വിവിധ ഭാഷകൾ സംസാരിക്കണം. അവരെ മാത്രമേ കാരണം അതാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് കാണുന്ന ദൈവത്തോട് സംസാരിക്കുന്ന അന്യഭാഷ പോരാ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ മാത്രമേ ഈ സഭയില് പരിശുദ്ധാത്മ സ്നാനമുള്ളവരായി ഞാൻ പരിഗണിക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറൊരു ചിലപ്പം അന്യഭാഷയുടെ പ്രവചനമുണ്ട്. അപ്പൊ ഇതെല്ലാം പലവിധ ഗിഫ്റ്റുകളാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അപ്പൊ ഒരാൾ ആത്മാവിൽ നിറയുമ്പോൾ, ആത്മാവിനെ ദൈവം സപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കൃപാവരം, അത് അന്യഭാഷയാകാം. പിന്നെ അന്യഭാഷ കിട്ടാം, നമ്മൾ പ്രാർത്ഥിച്ച അന്യഭാഷ പിന്നെ ലഭിക്കാം. ഞാൻ അന്യഭാഷ പറയുന്ന ആളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കൃപാവരം അവർക്ക് തീർച്ചയായിട്ടും ദൈവം കൊടുക്കും. പക്ഷെ ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ICPSകാർ പോലും ആൾക്കാരെ പിള്ളേരെല്ലാം വിളിച്ചെത്തിയിട്ട് ഡ്രം അടിച്ച് സൗണ്ട് ഉണ്ടാക്കി വിട്ടുകൊടുക്കുന്നു പറഞ്ഞ് അവരെ എക്സ്പ്രസീവ് ഉന്മാദത്തിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ആ ഉന്മാദത്തിനകത്തുനിന്ന് ഇവരെന്തൊക്കെയോ പറയുന്നതിന് അന്യഭാഷ എന്ന് പറയും. ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് മൈക്ക് വെച്ച് ഈ അന്യഭാഷ അലറിൽ പറയുന്നത് വ്യാഖ്യാനം ഇല്ലാതെ ഒരുത്തർ എഴുന്നേറ്റ് സഭയിൽ ഉറക്കെ പറയുന്നത് മൈക്കിലൂടെ പറയുന്നതൊക്കെ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം. എനിക്കും അതെ, ഞാൻ അന്യഭാഷ പറയുന്ന ആളായിട്ടും ഈ മൈക്കിൽ കൂടെ ഇത് കേൾക്കുമ്പോൾ, ഞാൻ ഒരു ചർച്ച ഇരിക്കുമ്പോൾ അന്യഭാഷ ഒരാളുടെ മൈക്കൂടെ പാട്ട് പാടുന്നു, അപ്പുറത്ത് ഒരു പ്രൈവറ്റ് ബസ് പോകുന്നു, തൊട്ടടുത്തോടെ അവരിങ്ങനെ നിന്നിങ്ങനെ ചിരിക്കുന്നു, ചിലര് വേദന ചൂണ്ടുന്നു കേൾക്കടാന്ന് പറഞ്ഞ് അതേ സാധനം യൂത്തുകാർ പിന്നെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ കർത്താവ് രഹസ്യമായി ഉപയോഗിക്കാൻ, വിശ്വാസികളുടെ ഇടയിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നൊരു ഗിഫ്റ്റിനെ അവർ വല്ലാതെ കോലം കെട്ടിയപ്പോൾ, ഇപ്പൊ ഞാനിത് പറയുമ്പോൾ അവരെന്നെ അന്യഭാഷ വിരോധിയാക്കി മാറ്റും. ഇത്ര പറഞ്ഞാൽ മതി. ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആണ് ഇക്കാര്യത്തിൽ. കറക്ഷൻ ആരും തയ്യാറാവില്ല. ഒരു വാക്ക് പറഞ്ഞാൽ അവരെന്നെ അന്യഭാഷ വിരോധിയാക്കി മാറ്റും. അതാണ് ഭയങ്കര. ഒരു വാക്ക് പറയുക, ഒരു 15 മിനിറ്റ്. അപ്പൊ ഞാൻ വലിയ ആത്മീയനാണ്, ഞാൻ ദൈവത്തോട് ഭയങ്കര അടുപ്പവനാണ്. ഞാനിന്ന് എനിക്കിത് പേടി, പിള്ളേരെല്ലാം കൂടെ പോയി ഈ എക്സ്ട്രസിക്കകത്ത് ചാടി ഏതോ ICPന്റെ മീറ്റിംഗിന്റെ ക്യാമ്പ് അവിടെ പോയി അന്യഭാഷ എന്ന് പറഞ്ഞ് ആത്മാവെന്ന് പറഞ്ഞു വന്ന് വേറെ ഏതെങ്കിലും ആത്മാവിനെയാണോ അവർ പ്രാപിക്കുന്നത്? ലോകത്തിന്റെ ആത്മാവിനെയാണ്. കാരണം ക്രിസ്തുവിനെ ആരും പ്രസംഗിക്കുന്നില്ല. ഈ ലോകത്തെ മാത്രം പ്രസംഗിക്കുന്ന ഒരു സഭയിൽ ചെണ്ടയടിച്ചാൽ മാത്രം എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ആത്മാവ് വരുന്നത്? അപ്പൊ ഐ എം റിയലി അഫ്രൈഡ് ഓഫ് അവർ ചിൽഡ്രൻ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദീസ് ടൈപ്പ് ഓഫ് സ്പിരിറ്റ്സ് വിത്തൗട്ട് എനി ഡിസൈൻമെന്റ്. ഞാൻ ആരും അഡ്വൈസ് ചെയ്യുന്നില്ല നിങ്ങൾ ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും പോയിരുന്ന് ഈ എന്താ പറയുന്നത് കൈയടിച്ച് അന്യഭാഷ സ്വീകരിക്കുന്നു. അനദർ സ്പിരിറ്റ് ഇൻവൈറ്റ്സ് ദം. എന്ത് സംഭവിക്കും? ഇവരൊരിക്കലും അറിയാൻ പോകുന്നില്ല. ഇവർക്ക് ജീവിതത്തിൽ പിന്നെ ക്രിസ്തുവിനെ അറിയാൻ പറ്റത്തില്ല. ഭയങ്കര ഡേഞ്ചറസ് ആണ്.
ശരിക്കും കാരണം ഈ സ്പിരിറ്റ് തന്നെ, അതായത് ഈ ലോകത്തിന്റെ ഒരു സ്പിരിറ്റ് ഇവിടെ കയറ്റി വിടുന്നത്. ഈ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ വരുന്ന മിക്കവാറും എണ്ണം പ്രോസ്പെക്ട് തിയോളജിക്കാരാണ്. അവർക്ക് ക്രിസ്തുവിന്റെ ബേസിക് ഉപദേശം പോലും അറിയാൻ മേലാത്തവരാണ് ഞാൻ ആത്മാവിനെ കൊടുക്കാൻ വേണ്ടി വന്നിട്ട് തുള്ളിപ്പിക്കുന്നത്. അപ്പൊ ഒത്തിരി പിള്ളേർ നമുക്ക് ആ വഴിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പിന്നെ ആകെ പാട്ട് പാടാൻ നേരത്ത് ഈ അന്യഭാഷ പറയുന്ന ആ ഒരു സമയം മാത്രമൊക്കെ എൻജോയ്മെന്റ്. ശരിക്കും എങ്ങനെ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് ഒഴിഞ്ഞു നിൽക്കാനും പറ്റില്ല, പാരന്റ്സിന്റെ നിർബന്ധമുണ്ട്. പിന്നെ നമ്മുടെ ഈ പുതിയ തലമുറ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റ് ആവാം, ലഹരി വസ്തുക്കൾക്ക് അഡിക്റ്റ് ആവാം, റോങ് ആയിട്ടുള്ള റിലേഷൻസിന് അഡിക്റ്റ് ആവാം. ഇതുപോലെ തന്നെ ഒരു അപകടമാണ് ഈ പറഞ്ഞ. ഇതിൽ ഏറ്റവും വലിയ അപകടം ഇതാ. ബാക്കി എല്ലാത്തിനകത്ത് രക്ഷപ്പെടാം, ഇതിനകത്ത് രക്ഷപ്പെടാൻ ഏറ്റവും പാട്. കാരണം ഈ മതപരമായ അടിമത്തം എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ അടിമത്തം. ആരും രക്ഷപ്പെടുത്തില്ല. രക്ഷപ്പെടുന്ന കുറച്ച് ആൾക്കാർ. ഞാൻ പിള്ളേരുടെ ചെറുപ്പത്തിലെ ഈ ടി വിയിൽ വെച്ച് ഒരു പ്രസംഗം കേട്ടേക്കുന്നത്, നിങ്ങൾ ടോം ആൻഡ് ജെറി കണ്ടു? പ്രയോജനമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ആത്മാവിനെ കൊണ്ട് കുഴപ്പത്തിൽ ചടിക്കുന്നില്ല. തെറ്റായ ആത്മീയ സത്യങ്ങളെ പറഞ്ഞു കൊടുത്തിട്ട് വഴിതെറ്റിച്ചു വിടുന്നില്ല. ടോം ആൻഡ് ജെറി കണ്ടു, ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി മറന്നുപോയി, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെയാണ്. ഇത് ജീവനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അടിമകളാക്കി പറ്റും. അപ്പൊ ഇതാണ് കൂടുതൽ അപകടം. റിലീജിയസ് ആയിട്ടുള്ള എന്താ പറയുന്നത്, ചതി. റിലീജിയസ് ആയിട്ടുള്ള അടിമത്വമാണ് ഏറ്റവും ഭീകരമായ അടിമത്വം. ആ വഞ്ചനയാണ് നിത്യജീവനെ ബാധിക്കുന്ന വഞ്ചന. അതുകൊണ്ട് ബാക്കി ഏത് ദുശീലത്തെക്കാളും അപകടകരമാണ് ഇത്. നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല. ക്രിസ്തുവിന്റെ ക്രൂശിനെ പ്രസംഗം ഞാൻ 2016 മുതൽ 2016 ബേസിക്കലി 2010 മുതൽ ഈ ഒരൊറ്റ വിഷയമാണ് പ്രസംഗിക്കുന്നത്. എല്ലായിടത്തും ഞാൻ 100 പ്രസംഗം പ്രസംഗിച്ചാലും ഈ ഒരു വിഷയവും, അത് മടുപ്പ് കൂടാതെ ഇവര് രണ്ടാമത് കേട്ട എന്ത് പറയുന്നത് ചിന്തിക്കാതെ പറഞ്ഞുകൊടുക്കുക. ഇത് തന്നെ പറയാം. അടുത്ത വർഷം ഇവരെന്നെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇത് കേറില്ല, ഇത് മറന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ച ചെന്നു, ഇവിടെ ഓർമ്മയില്ല, 3 ദിവസം പ്രസംഗിച്ചു. അപ്പൊ ഞാനവരോട് പറഞ്ഞു, ഞാനിതെല്ലാം നിങ്ങളോട് പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, പക്ഷെ നിങ്ങൾ ഇതൊന്നും ഓർക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അവസാനത്തെ ദിവസം ഞാനൊരു കഥ പറയുമ്പോൾ ഓരോർത്ത് ഇത് കൊണ്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് അടുത്ത വർഷം അത് പറയാൻ മറന്നു പോകും. കാരണം ഈ ഞാനിത് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോ അടുത്ത പ്രസംഗം വരുന്നത് നേരെ ഓപ്പോസിറ്റ്. അതുകൊണ്ട് ഇവര് കുറെ കഴിയുമ്പം അടുത്ത ആഴ്ച അത് തന്നെ, അതിനടുത്ത ആഴ്ച അത് തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം ആൾക്കാരെന്നെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും, അടുത്ത ആരാ പ്രസംഗിക്കും? അത് ഇന്നാരാ, അപ്പൊ എന്നെ വിട്ടേക്ക്, പുള്ളിക്ക് ഈ ദിവസം കൂടെ കൊടുക്കാം. കാരണം ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ആരും മൈൻഡ് ചെയ്യുന്നില്ല, പോയി. അതില് വ്യക്തിപരമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഇനി കുറച്ചൊന്ന്? ഇതിനകത്ത് വേറൊരു തമാശ ഉണ്ട്. ആർക്കും ഇത് ഓർമ്മയില്ല. അതുകൊണ്ട് പിന്നെ വിളിച്ച് പ്രസംഗിച്ചാൽ ഇത് തന്നെ പ്രസംഗിച്ചാൽ ആർക്കും അറിയത്തില്ല ഇത് തന്നെ. അത് വലിയൊരു പങ്കും ഞാൻ എന്താ പറഞ്ഞത് നോക്കുന്നില്ല. ഇത് പിന്നെയും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ, ഞാനിപ്പം ഒരു ചർച്ചിൽ തന്നെ പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഓക്കെ, ഇന്ന് യൂദായുടെ ലേഖനത്തിൽ പ്രസംഗിക്കാം. പക്ഷെ യൂദായുടെ ലേഖനം അയാൾക്ക് മനസ്സിലാകണമെങ്കിൽ അയാൾക്ക് വീണ്ടും ജനിക്കണം. ഇവിടെ ഇരിക്കുന്ന 95% വീണ്ടും ജനിച്ചതല്ല. അപ്പൊ ഞാൻ അത് പ്രസന്റ് ചെയ്യാതെ നല്ലൊരു പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടി പോയാൽ ഇവരുടെ മുമ്പിൽ പറയാനൊരു അവസരം എനിക്ക് കിട്ടിയിട്ട് ഞാൻ വീണ്ടും ജനനത്തെ കുറിച്ച് പറയാതെ അവര് നരകത്തിൽ പോയിട്ട് ഞാൻ എന്റെ ശുശ്രൂഷ നന്നാക്കാൻ ശ്രമിച്ചാൽ അത് ദൈവം വെറുതെ വിടുന്നൊരു കാര്യമല്ല. അപ്പൊ ഞാൻ അവിടെ ചെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും വേറെ എന്തെങ്കിലും പറയണം, ഒന്ന് മാറ്റി പറഞ്ഞു. കാരണം എനിക്ക് തന്നെ മടുപ്പ് വരും. ഒരേ കാര്യം തന്നെ പിന്നെ പറയുമ്പോൾ മടുപ്പ് തോന്നാമല്ലോ, തോന്നിയിട്ടില്ല. അപ്പം വേറൊരു കാര്യം പറയാം. കാരണം ഞാൻ ബൈബിളിൽ എല്ലാ വാക്യത്തെക്കുറിച്ചും പുതിയ നിയമത്തിൽ ഏതാണ്ട് 95% വാക്യങ്ങൾ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ അതെല്ലാം ഉണ്ട്. റോമലേഖനുണ്ട്, യോഹന്നാന്റെ ഉണ്ട്, മത്തായിയുടെ, ഇതെല്ലാം പ്രസംഗിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഭാരം എന്റെ മേൽ വരും. രക്ഷിക്കപ്പെടാത്ത ആൾക്ക് ഒരു ഇത് പറഞ്ഞിട്ട് പോയാൽ നീ നല്ല പ്രസംഗനാന്നവർ പറയായിരിക്കും, പക്ഷെ ഒരു വീണ്ടും ജനിക്കാതെ നരകത്തിൽ പോകും. അപ്പൊ നിന്റെ പണി എന്താണ്? ചെയ്യാതെ ഞാൻ നല്ലൊരു പ്രസംഗം ഉണ്ടാക്കാൻ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ കണ്ടിന്യൂ ഉണ്ട്. ഇപ്പൊ എവിടെ വിളിച്ചാലും നാളെ അടുത്തൊരു ചർച്ച വിളിച്ചാൽ ഇതേ പ്രസംഗം തന്നെ. അത് നമ്മൾ നോക്കുമ്പോ അപ്പോസ്തലന്മാർക്ക് ഈ ഒരു സബ്ജക്റ്റേ ഉള്ളായിരുന്നു, ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ. പക്ഷെ ഇന്നൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരിടത്ത് ഇത് പ്രസംഗിച്ചു, പിന്നെ ഒരിടത്ത് ഇത് പ്രസംഗിക്കില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അപ്പൊ എന്നോട് പലരും പറഞ്ഞു, ഈ നാണമില്ലാതെ ഇത് പിന്നെ പറയാനുള്ള ഈ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ശരിക്കും ഇത് ഹൃദയങ്ങളിലേക്ക് ചെല്ലുന്നത്. കാരണം ഇപ്പൊ ഞാൻ മരിച്ചു പോയി വിചാരിച്ചു, ചേസ് ജോസഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും നീ ഒരൊറ്റ മെസ്സേജ്. തീർച്ചയായും
മറ്റുള്ളവർ കാരണം എനിക്കൊരു മെസ്സേജ് ഉണ്ടാകാൻ ഞാനൊന്നുമല്ല, ക്രിസ്തുവാണില്ല. അതാണ് എന്റെ മെസ്സേജ്. പക്ഷെ 10,000 പ്രസംഗം പല സബ്ജക്റ്റിൽ നിന്ന് പ്രസംഗിച്ച ആള് മരിക്കുമ്പോൾ അവൻ അതിനകത്ത് ആ മനുഷ്യനെ ഓർക്കുള്ളൂ. നല്ല പ്രസംഗം തന്നെ ക്രിസ്തുവിനെ ഓർക്കും. മെസ്സേജ് നിലനിൽപ്പ് ജീവിക്കത്തില്ല. അതാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ജനറേഷനാണ്. അല്ല, കുറെ നല്ല പ്രസംഗങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം ഞാൻ നേരത്തെ പറയണ്ട. ഐ എം നോട്ട് എ മെസ്സേജ്, നോട്ട് what you call an elocutioner or orator. എന്നെ സംബന്ധിച്ച് ഞാൻ എലക്യൂഷൻ നടത്തുകയല്ല, ഒരു ഒറേറ്ററി അല്ല. ഇത് ഉള്ളി ഇറ്റ്സ് അബൌട്ട് പ്രസന്റിങ് ദ ബേർഡ് ഓഫ് ദ അത്രയും. അപ്പൊ നമുക്ക് എവിടുന്ന പ്രസംഗിക്കാൻ പറ്റാതെ കൊളോസിയിൽ എവിടുന്ന് വേണ്ടി പ്രസംഗിക്കാം. വിശദീകരണത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ അതിന് ഇത് ഫിനിഷ് ചെയ്യാതെ എങ്ങനെ വിശദീകരണത്തെ കുറിച്ച് പറയും? ഇപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നതെന്നാണെങ്കിൽ അത് ഞാൻ പറയണ്ടേ? അത് പറഞ്ഞാലല്ലേ വിശദീകരണത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ മുമ്പിരിക്കുന്ന ജനങ്ങളോട് ഭാരമുണ്ടെങ്കിൽ അവരാദ്യം ഇത് എന്താ കേൾക്കേണ്ടതെന്നുള്ള കേൾക്കണം. ഇപ്പൊ എന്നെ ആരും വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് സമയം ഇപ്പോഴും ഇല്ല. എന്നെ വിളിക്കുന്നുണ്ട് ആൾക്കാർ, പിന്നെ കാരണം മറന്നുപോകൊണ്ടായിരിക്കാം. എന്തായാലും ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ഇപ്പം ഡേറ്റ് ചോദിക്കുന്നുണ്ട്, ഒക്ടോബർ കഴിഞ്ഞ ഡേറ്റ് കൊടുക്കുന്നത്. സോ മീറ്റിംഗ്സ് ഇല്ലാതെ ഇല്ല. ഒറ്റ പ്രസംഗം ഞാൻ പറയുള്ളൂ. അത് നേരത്തെ തന്നെ പറയും, ഞാൻ ഇതേ പറയും. അത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാസ്റ്ററിന്റെ ഏകദേശം പ്രസംഗങ്ങൾ ഇപ്പൊ ഒരു കാണപ്പാടം പോലെയാണ്. പാസ്റ്റർ ഒരു എക്സാമ്പിൾ പറയാൻ തുടങ്ങുമ്പോൾ എനിക്കല്ലേ ഇതാണ്. പക്ഷെ എനിക്ക് 5 സെക്ഷൻ ഇരുന്നല്ലോ, എനിക്ക് വീണ്ടും അടുത്ത സെക്ഷൻ ഇരിക്കണം എന്നുള്ളത് ഇത്തരത്തിൽ നമുക്ക് ഹൃദയത്തില് മനസ്സിലാവുന്ന രീതിക്ക് എത്ര പ്രാവശ്യം കേട്ടാൽ സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോഴാണെങ്കിൽ ബൈബിൾ വായിച്ച ഭാഗം തന്നെ പിന്നെ വായിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവത്തെ അറിയാം. നമ്മൾ ഒരു വായനയോ 10 വായനയോ. അത് മാത്രമല്ല, അതും രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് എത്ര പ്രാവശ്യം വേണ്ടി രക്ഷയുടെ സുവിശേഷിക്കാം, അതോട് ഒരിക്കലും മടുപ്പിക്കത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ ചർച്ചയുടെ സഹോദരൻ എന്നിട്ട് ഈ രക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് സ്തോത്രം പറയുന്നത് ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം. കാരണം അതെത്ര കേട്ടാലും രക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അതിലും വലുതൊന്നും കേൾക്കാൻ അതൊരിക്കലും എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ നിർത്തുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് 2ാമത് 3ാമത് 5ാമത് പ്രസംഗിച്ചാലും രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ആ രക്ഷയുടെ വാക്യങ്ങൾ, ആ വചനത്തിലൂടെ വാക്യങ്ങൾ പോകുമ്പോൾ സന്തോഷമേ ഉള്ളൂ. അത് നമുക്ക് ബൈബിൾ ധ്യാനിച്ച് എന്തെങ്കിലും നിർത്താൻ പറ്റുമോ? ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല. അതേ വാക്യം പിന്നെയും ധ്യാനിക്കാറുണ്ട്. അപ്പൊ ഇത് വീണ്ടും വീണ്ടും കടന്നു പോകേണ്ട വഴികൾ തന്നെയാണ് ഇത്. നമുക്ക് ഒരിക്കലും അത് നിർത്താൻ പറ്റും. അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് നമുക്ക് ആലങ്കാരികമായിട്ട് വിളിക്കാം. ഇപ്പൊ ഇദ്ദേഹം തിരുവനന്തപുരത്തിന്റെ അപ്പോസ്തലനായിരുന്നു, ആഫ്രിക്കയുടെ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അപ്പോസ്തലൻ എന്ന് പറയുന്ന ഓഫീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ പറയുന്നത് ബൈബിളായിട്ട് ആഡ് ചെയ്യപ്പെടുക. കാരണം അപ്പോസ്തലനാണ് എഴുതിയെങ്കിൽ ബൈബിൾ പുതിയ നിയമം നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്ന വെച്ചാൽ പ്രധാന കാരണം അപ്പോസ്റ്റോലിസിറ്റിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുഴപ്പം അവർ പറയുന്നത് എഴുതുന്നതും എല്ലാം നമുക്ക് ബൈബിളാണ്. ഇപ്പൊ കാനം നിന്നുപോയി നമുക്ക് പറയാൻ പറ്റില്ല അപ്പോസ്തലന്മാർ ഇന്നുണ്ടെങ്കിൽ. അപ്പൊ അവരെഴുതുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2 എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തങ്കുബ്രദറിന്റെ അത്ഭുതങ്ങൾ ബൈബിളിൽ എഴുതി വെക്കേണ്ടി വരും. അപ്പൊ അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ എഴുതി തന്ന ഉപദേശം. ആ ഉപദേശം മാത്രമേ ഉള്ളൂ നമുക്ക് ക്രെഡിബിളായിട്ട് സഭയുടെ അടിസ്ഥാനം എന്ന് പറയും. വേറെ ഇപ്പൊ അപ്പോസ്തലന്മാർ അഭിഷിക്തന്മാരൊന്നും ഇല്ല. അഭിഷിക്തൻ എന്നുള്ള വാക്കിന്റെ ഹീബ്രു മിശിഹ എന്നും അതിന്റെ ഗ്രീക്ക് ക്രിസ്റ്റോസ് എന്നുമാണ്. ഒറ്റ അഭിഷിക്തനുണ്ട്, അത് ക്രിസ്തുവാണ്. നമുക്കെല്ലാം അഭിഷേകമുണ്ട്, പക്ഷെ നമ്മൾ അഭിഷിക്തന്മാരല്ല. അഭിഷേകം എന്തുകൊണ്ടുണ്ടെന്ന് വെച്ചാൽ യേശുവിന്റെ തലയിൽ വീണ അഭിഷേകം യേശുവിന്റെ ശരീരത്തിൽ അവയവമായതുകൊണ്ട് എനിക്കുണ്ട്. അത് യേശു ക്രിസ്തുവിന്റെ തലയിൽ വീണ അഭിഷേകം, അവന്റെ ഒരു അവയവമാണ് ഞാനെന്നുള്ളതുകൊണ്ട് എന്റെ ഉള്ളിലുമുണ്ട്. അത്രയും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സംസാരിച്ച എല്ലാ വിഷയങ്ങളും കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഭാരമായി വരുന്നതിന് മുമ്പ് അങ്ങയുടെ ഹൃദയത്തിൽ ഉൾപ്പെടുന്ന ഞങ്ങളാണ്. കർത്താവ് അങ്ങ് എങ്ങനെ ആഗ്രഹിക്കുന്നു നമ്മൾ ശുശ്രൂഷിക്കാൻ സഹായിക്കണമേ. പ്രിയ സഹോദരി പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ നിയോഗം അനുസരിച്ച് അനേകം കുഞ്ഞുങ്ങൾക്ക് സഹോദരിമാർക്കും ആശ്വാസവും ദൈവത്തിന്റെ കൃപയും പങ്കുവയ്ക്കുവാൻ കർത്താവ് പ്രിയമകളെ പരിജ്ഞാനത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കുടുംബമായിട്ട് ഒരു അനുഗ്രഹിക്കുന്ന ശുശ്രൂഷകളെല്ലാം അങ്ങയുടെ കൃപ അനുഭവിക്കാൻ സാധിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ചുറ്റുമുള്ള അനേകം ആൾക്കാർ സഭകളില്ലാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത കൂട്ടങ്ങളിൽ അകപ്പെട്ടു പോകും. കർത്താവ് അവർക്ക് സത്യവിശ്വാസികൾക്ക് കൊടുത്ത് വഴി കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിജ്ഞാനത്തിലേക്ക് നയിക്കുന്ന കൂട്ടായ്മകളെ
കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉളവാക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും സ്തോത്രം. കർത്താവിനെ വിശ്വസിക്കുന്നു.